നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പറയുന്നത് ഞാൻ കർക്കിടകൻ രാശിയിൽ ജനിച്ചവരുടെ 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ആഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്. മലയാള വർഷമാണ്. എന്നുവെച്ചാൽ 1200 ആണ്ട് തുടങ്ങുന്നത് ആഗസ്റ്റ് 17 അപ്പോൾ ആ ഒരു വർഷം ചിങ്ങം തൊട്ട് അടുത്ത കർക്കിടകം വരെ, അതാണ് ആഗസ്റ്റ് 17 തൊട്ട് അടുത്ത ആഗസ്റ്റ് 16 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ കർക്കിടകൻ രാശി ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. കർക്കിടകൻ രാശി ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയാം. പുണർ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം നക്ഷത്രം, പിന്നെ കുടം, ആയില്യം, അങ്ങനെ 3 നക്ഷത്ര ഭാഗങ്ങളാണ്. 2 നക്ഷത്രം, 1 നക്ഷത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. അവരുടെ ഗ്രഹനിലയെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ 11 വ്യാഴമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയാൻ പറ്റുന്ന 11 വ്യാഴമാണ്. അടുത്ത വർഷം 2025 മെയ് 15 വരെ അതാണ് ഉണ്ടാവും. അവിടെ ഏകദേശം 9 മാസത്തിലധികം അവിടെ ആ വ്യാഴം 11 തന്നെ ഉണ്ട്, 11 തന്നെ ഉണ്ടാകുന്നതാണ്. ശനിയാണ്, ശനി അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. 2025 മാർച്ച് 29 ശനി 9ാം ഭാവമായി മീനൻ രാശിയിലേക്ക് കിടക്കും. ഇവരെ സംബന്ധിച്ച് വലിയ ഗുണങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അഷ്ടമത്തിൽ നിന്ന് 9 പോകുന്നു, ഒരു വലിയ ഇതല്ല. പക്ഷേ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഈ വർഷത്തിൻ്റെ ഏറിയ പങ്കും അനുകൂലമായി തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പറയാം, ഒരുവിധം രാജയോഗം ഇപ്പോൾ അനുഭവിക്കുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും ഏകദേശം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. മറ്റുള്ള ഗ്രഹങ്ങൾ വന്നും പോയും ഒക്കെ ഇരിക്കും, എങ്കിലും ചില പ്രത്യേക കാര്യങ്ങളുമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ രാശിയെപ്പറ്റി പറയാം. ഇത് കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ രാശിയാണ്. മനസ്സിൻ്റെ മാത്രം രാശിയല്ല, മനസ്സ്, മാതാവ്, ജലം, കഫം, ദേഹം, സൗന്ദര്യം തുടങ്ങിയതിൻ്റെയൊക്കെ രാശിയുടെ ആളാണ് ചന്ദ്രൻ. ഈ ചന്ദ്രൻ്റെ കർക്കിടകത്തിൽ വരച്ച കുറച്ച് പ്രത്യേകതകളുണ്ട്. കർക്കിടകൻ രാശിയിലാണ് നമ്മുടെ മഹാഗുരുവും ഈശ്വരാധീനത്തിൻ്റെ കാരകനും പണ്ഡിതനുമായ വ്യാഴം ഗ്രഹം ഉച്ചനാവുന്ന അവിടെയാണ്. അതുകൊണ്ട് ഈ ആൾക്കാർക്ക് അറിവ് വളരെ കൂടുതലായിരിക്കും, വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉണ്ടാവും. കൂടാതെ പിന്നെ ചൊവ്വ, വീരശൂര പരാക്രമിയായ ചൊവ്വ അതിൻ്റെ ഭംഗം വരുന്ന സ്ഥലമാണ്, നീചം വരുന്ന ഭാവമാണ് കർക്കിടകം. വെച്ചാൽ ഈ വീരശൂര പരാക്രമത്തിന് വിരാമം വിടുന്നൊരു സംഭവമാണ് ഈ കർക്കിടകൻ രാശി. അതുകൊണ്ട് കർക്കിടകൻ രാശിയിൽ ചന്ദ്രനാണ് മെയിനെങ്കിലും വ്യാഴൻ്റെ പോസിറ്റീവ്നെസ്സും ചൊവ്വയുടെ സ്വല്പ നെഗറ്റീവ്നെസ്സും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചേ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാനും പറയാനും കഴിയുള്ളൂ. അതാണ് ഈ കർക്കിടകൻ രാശിയുടെ പ്രത്യേകത. എന്താണ് അതിൻ്റെ രാശി സ്വരൂപം എന്ന് പറഞ്ഞാൽ, ആചാര്യൻ്റെ രാശി സ്വരൂപം കൊടുത്തിരിക്കുന്നത് ഞണ്ടാണ്. ഞണ്ടിൻ്റെ പ്രത്യേകം അറിയാമോ? ഞണ്ട് വശങ്ങളിലേക്കാണ് മൂവ് ചെയ്യുന്നത്, നേരെയല്ല പോകുന്നത്, വശങ്ങളിലേക്ക് ചലിക്കാൻ ശ്രമിക്കുന്ന പിന്നെ ഞണ്ടാണ്. അതിന് ബലമുള്ളത് മൂർച്ചയേറിയമായ കാലുകൾ ഉപയോഗിച്ച് അതിൻ്റെ മൃദുലതയുള്ള ഉൾവശം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞണ്ടിൻ്റെ പണി. എന്ന് വെച്ചാൽ എൻ്റെ ദ്രംഷ്ടങ്ങളെ പോലിരിക്കുന്ന കാലുണ്ട്, അത് പോകുന്ന കാരണം ഉൾവശം സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്താണ് എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, അവരുടെ ഉൾവശം അവർ ഇതാക്കുകയാണ് വെച്ചാൽ വീട് ആണ് എന്നാണ് സങ്കല്പം. ആ വീടിനകത്തുള്ള കുടുംബത്തിൻ്റെയാണ് 4ാം ഭാവം കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ രാശിയിൽ ഉൾവശം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പിന്നെ ആൾക്കാർ എന്ത് എതിർപ്പ് വന്നാലും അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഈ രാശിക്കാരുടെ ഇതിന് മറ്റുള്ള അവയവ ഭംഗി നല്ല കാണാൻ നല്ല ഭംഗിയുള്ളവരുണ്ട്, അവയവ ഭംഗിയുള്ളവരെന്നാണ് പറയുന്നത്. ശരീരത്തിൽ ചെറിയൊരു ഉൾവളം ഉണ്ടാവുമെന്നും പറയപ്പെടുന്നുണ്ട്. വീതിയുള്ള നെറ്റി, ചെറിയ നേത്രങ്ങൾ, ചെറിയ മൂക്കും, വശം ചെറിയ വേഗത്തിൽ നടക്കുന്നത്, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അന്യധനവും അനുഗ്രഹവും ഇവരിൽ വന്നു ചേരും എന്നാണ് വേറൊരു കാര്യം പറയുന്നത്. ബന്ധങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും ധർമ്മപ്രവർത്തികൾ ചെയ്യുന്നവരും ജലക്രീഡകളിൽ താല്പര്യമുള്ളവരും, ഇവരുടെ നയനത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. ധാരാളം ആഹാരം കഴിക്കുന്നവരും വസ്ത്രം, ആഭരണം തുടങ്ങിയവരുടെ ഭ്രമമുള്ളവരും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഇതൊക്കെ നമുക്ക് കർക്കിടകൻ രാശിക്കാരെ പറ്റി പറയാം. ഇവരുടെ കുടുംബസ്നേഹം വളരെ ഇമ്പോർട്ടൻ്റാണ്. പരസ്യമായിട്ട് കുടുംബസ്നേഹമൊന്നും കാണിക്കുന്നവരല്ല. മക്കളെ മോനെ എന്നൊന്നും പറഞ്ഞ് വിളിക്കുകയൊന്നുമില്ല. അതൊക്കെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇവർ കുടുംബസ്നേഹം പുറത്ത് കാണിക്കാത്ത സ്വല്പം ഈഗോയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ മാനസികമായി ഇവർക്ക് ഒരു സെൻസിറ്റീവാണ്, ഇവർ വളരെ ഇമോഷണലാണ് എപ്പോഴും. കണ്ണീരൊക്കെ കാണിച്ചുള്ള ഒരുപാട് സ്ത്രീകളാണെങ്കിൽ കരയൊക്കെ കാണിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ ചില പോക്കറുകളെല്ലാം കാണിക്കും. പുരുഷന്മാരും അതേപോലെ തന്നെ
അപ്പോൾ വളരെ ഒരു സെൻസ് എന്താണ് ഇമോഷണൽ സൈനാണ് ഇവരുടെ പ്രത്യേകത. അപ്പം ഇവരുടെ സംഭവം കുടുംബം ഇവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളവരുടെ ഒരു വ്രതമാണ്. എന്ന് വെച്ചാൽ അതൊന്നും പുറമേ കാണിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിനൊക്കെ കുറച്ച് ഈഗോയിസം കാണിക്കും. പിന്നെ വേറൊരു സംഭവം വളരെ നന്നായിട്ട് പെരുമാറും. മറ്റുള്ളവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്ന മിക്കവാറും ഈ കൂട്ടരായിരിക്കാം. ഇവർക്ക് പബ്ലിക് റിലേഷൻസ് ഇവർ ഫ്രണ്ട് ഓഫീസ് ഇവരിരിക്കുകയാണെങ്കിൽ അകത്ത് ഇരിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും എല്ലാ ഫ്രണ്ടിൽ തന്നെ ഇവരെല്ലാം ക്ലിയർ ചെയ്ത് വിടും. നല്ല ബുദ്ധിയുള്ളവരാണ് അവർ. പ്രസിഡൻ്റ് പ്രകൃതിയാണ്. വളരെ പ്രായോഗികമായ ആശയങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പരിസ്ഥിതി മാറി വന്നാലും ഇവർക്ക് അതനുസരിച്ച് ഇണങ്ങി ചേർന്ന് അതുമായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലല്ലാതെ ഏത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ്സിലും ഇവർ ഷൈൻ ചെയ്യാറുണ്ട്. പ്രൊഫഷണലാണ്. ഇവർ എത്ര നേരം വേണം ഇരുന്ന് വർക്ക് ചെയ്യും. അതിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഒരു ടയർനെസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വാരിക്കോരി കൊടുക്കാനും തിരിച്ചും അതുപോലെ പ്രതീക്ഷിക്കാതിരിക്കാനും ഇവർക്ക് നന്നായിട്ടറിയാം. നല്ല ഓർമ്മശക്തിയാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. വളരെ കൊച്ചിലെയുള്ള കാര്യങ്ങൾ പോലും 60 വയസ്സുകാർ ആളിനോട് നിങ്ങൾ കൊച്ചിലെ 5-ാം വയസ്സിലും 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലൊക്കെ കാര്യങ്ങൾ വളരെ ഭംഗിയായി പറയും. അന്നുള്ളവരെ ഓർമ്മിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ കുടുംബ അംഗങ്ങളുള്ളത് പറയുമ്പോൾ അവർക്ക് ബോറടിക്കും. കാര്യം പണ്ട് പട്ടാളക്കാർ വന്ന പോലെ ഇവർ ഈ പഴയ കാര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്. അതൊക്കെ വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ചന്ദ്രൻ്റെ ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ്റെ ബലം ഇല്ലെങ്കിൽ ഈ കൂട്ടരൊന്നും സംസാരിക്കില്ല. അങ്ങനെ തീരുന്നതായി. ഇനി ഇവരുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ഫൈനാൻഷ്യൽ മാറ്റേഴ്സാണ് ആദ്യം നോക്കുന്നത്. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് വളരെ നന്നായിരിക്കും. യാതൊരു പ്രശ്നമില്ല. വളരെ നന്നായിട്ട് തന്നെ ഇവർ കാര്യങ്ങൾ വർക്ക് ചെയ്യാം. ഇവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇവർ ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും വരാൻ പോകുന്ന ഒരു വർഷവും. അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും എന്ന് തന്നെ നമുക്ക് പറയാം. തൊഴിൽപരമായിട്ടും വളരെ മേൽഗതി തന്നെയാണുള്ളത്. ഈ ഏപ്രിൽ മാസമൊക്കെ നന്നായിട്ട് നല്ല തൊഴിലിൽ ഇവർക്ക് മാർച്ച് ഏപ്രിലൊക്കെ തൊഴിലിലേക്ക് പ്രൊമോഷനും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായി ഇൻക്രിമെൻറ്റുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സൊക്കെ തൊഴിൽ വഴി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൊഴിൽ പ്രത്യേകമായിട്ടൊന്നും എടുത്ത് പറയുന്നില്ല. എങ്കിലും കുറേ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു നഴ്സസ്, ഹോസ്പിറ്റൽ നഴ്സുമാർ, ടീച്ചേഴ്സ്, നേവി, വാട്ടർ വേസ്റ്റ് ബിസിനസ്സുകൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ബ്യൂട്ടീഷ്യന് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്യാമറാമാൻ, അപ്പോൾ ജേർണലിസ്റ്റുകൾ ഇവർക്കെല്ലാം നല്ല ഒരു പ്രൊമോഷനും ഇവർക്ക് നല്ല പുതിയ ക്ലയൻറ്റുകൾ ലഭിക്കും. ബിസിനസ് ആണെങ്കിൽ തന്നെ നല്ല നല്ല ക്ലയൻസ് എല്ലാം ലഭിക്കും. ബിസിനസ്സിൽ നല്ല കയറ്റങ്ങളുണ്ടാവും ഈ വർഷവും. നിങ്ങൾ അങ്ങനെയാണ് കൊച്ചു സംഗതി വരുന്നതിനൊക്കെ നിങ്ങൾ മാക്സിമം മുതലെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് വളരെ നന്നായിരിക്കും. ഹെൽത്തിനൊക്കെ ചെറിയ അഷ്ടബുദ്ധി പിന്നെ ശനിയൊക്കെ നിൽക്കുന്നുണ്ട്. ഹെൽത്ത് പരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും പ്രായമായവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. അവർ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം ജലവുമായിട്ട് ബന്ധപ്പെട്ട വീഴ്ചകളാണ് പറയുന്നത്. ജലരാശി ആയതുകൊണ്ട് അവർക്കത് അപ്പോൾ തെന്നി വീഴാം, ബാത്റൂമിൽ തെന്നി വീഴാം, അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലൊക്കെ പോയി നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലും മറ്റു കാര്യങ്ങളൊന്നും ഇറങ്ങാതിരിക്കുക. ഇപ്പം അതിനൊന്നും ഒരു പറ്റിയ സമയമല്ല. അത് സ്റ്റുഡൻസും കുട്ടികൾക്കും ഒക്കെ എല്ലാം അതേപോലത്തെ ഹെൽത്ത് എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. രണ്ട് രീതിയിൽ വരാം. ഒന്ന് ജലസംബന്ധമായി വരാം. ഇവിടുത്തെ പ്രശ്നങ്ങൾ കഫം കെട്ടി പ്രശ്നങ്ങൾ വരാം. അത് വേറെ ഏത് ലെവലും വേണം പോകാമെന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ടോൺസിലിറ്റിസ് ഇങ്ങനെ എന്താണ് തൈറോയ്ഡ് സംബന്ധമായ സ്ത്രീകൾക്കെല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ വരാനുള്ള സാധ്യത. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് പറയാനുള്ള ദമ്പതിമാരുടെ കാര്യമാണ്. ഫാമിലി ലൈഫിൽ ചെറിയ പ്രശ്നങ്ങൾ വരും. കാര്യം ഒക്ടോബർ മാസം തൊട്ട് ജൂൺ മാസം വരെ ചൊവ്വ കർക്കിടകത്തിൽ നിന്ന് കറങ്ങുകയാണ്. ചൊവ്വയാണ് നിങ്ങൾ പറയും പോലെ കണ്ടശനി അല്ല ഈ ചൊവ്വാദോഷം ഉണ്ടാക്കുന്നത്. ആ ചൊവ്വാദോഷം കർക്കിടകത്തിലാണ് നിൽക്കുന്നത് ഈ പ്രാവശ്യം. അത് ഒക്ടോബറിൽ കർക്കിടകത്തിൽ വന്നിട്ട് നീചരാശിയാണ് ചൊവ്വയുടെ വന്നിട്ട് ജൂൺ വരാനിടയ്ക്ക് ഒരു മാസം എന്തോ ഇതിനകത്ത് പോയി തിരിച്ചു വരും. വക്രത്തിലാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വേറെ ഫൈനാൻഷ്യലി പ്രശ്നമില്ല, നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് പാർട്ണർഷിപ്പിൽ പ്രശ്നം വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ എപ്പോഴും ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് വേണ്ടുന്ന എല്ലാ ടാക്ടിക്സുകളും എല്ലാം പയറ്റണം. വളരെ നിങ്ങൾക്ക് തന്നെ അറിയാം അതിൻ്റെ ഈ സമയത്ത് ഇത് വരുമെന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ കഴിയുന്നത് ഒരാൾ രണ്ടുപേരും വാഗ്ധോരണി തുടങ്ങുന്നില്ലേ, ഒരാൾ മാറിയെന്നാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം
നമ്മുടെ ദമ്പതിമാർ തമ്മിൽ 2 ബെഡ്റൂമിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർ നിങ്ങളുടെ പ്രണയിനി അല്ലെങ്കിൽ പ്രണയിതാവിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. വഴക്കുണ്ടാകാൻ വളരെ തന്ത്രപൂർവ്വം ടാക്ട്ഫുള്ളായിട്ട് ചെയ്യണം. കണ്ണീരൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ കർക്കിടകൻ രാശി ഒരു കണ്ണീരിൻ്റെ രാശിയാണ്. അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ആൾ വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു ഘട്ടം കഴിയുന്നവരെ എന്നാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഞാൻ പറയുന്നത് സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനിടയിൽ കുറച്ച് നല്ല സമയങ്ങൾ, ദിവസങ്ങൾ, നല്ല മാസങ്ങൾ വരുന്നുണ്ട്. കന്നിമാസം വളരെ അനുകൂലമായ എല്ലാ കാര്യങ്ങളും ഈ പറയുന്നതിന് കൂടാതെ നല്ല അനുകൂലമാണ് കന്നിമാസം. കന്നിമാസം പറയുന്നത് സെപ്റ്റംബർ 15 തൊട്ട് ഒക്ടോബർ 15 വരെയുള്ള കാലഘട്ടം വളരെ സൂര്യന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളിൽ എടുക്കാവുന്നതാണ്. രണ്ടാമത് ധനുമാസം കൊള്ളുന്നത് ജാനുവരി 15 തൊട്ട് ഫെബ്രുവരി 15 വരെയുള്ള കാലഘട്ടം വളരെ നന്നായിരിക്കും. അത് 2025 വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ വരുന്നത് മേടവും ഇടവും ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 15 തൊട്ട് ജൂൺ 15 വരെയുള്ള 2 മാസം, മേടമാസവും ഇടവമാസവും 2 മാസവും നമുക്ക് പ്രൊഫഷണലായിട്ട് ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് അടിച്ച് മുമ്പോട്ട് കയറി പോവാം. നമുക്ക് അതിനുള്ള എല്ലാ സഹകരണങ്ങളും മുകളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. വളരെ നല്ല ഒരു വർഷം നമുക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ലതായിട്ടും പ്രാർത്ഥന നിർത്തുന്നു. നന്ദി, നമസ്കാരം.